ഡിജിലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നെയിം സ്ലിപ്പുകൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. അവരുടെ ഫോട്ടോസ് വെച്ച് അതേപോലെ കാർട്ടൂൺസ് വെച്ച് ഒക്കെ നമുക്ക് നെയിം സ്ലിപ്പുകൾ നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൂഗിളിൽ കയറി ക്യാൻവയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ക്യാൻവയുടെ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ സെർച്ച് എന്ന ഓപ്ഷനിൽ കയറി A4 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. A4ൻ്റെ സൈസിലാണ് നമ്മൾ ഈ സ്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ കുറേ ഡിസൈൻസ് കാണാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നോക്കി സെലക്ട് ചെയ്യുക. ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പേജിൽ ആഡായി വന്നു. ഇനി സൈഡ് ഭാഗത്തായിട്ട് എലമെൻറ്റ്സ് ഒന്ന് കിടക്കുന്നത് കാണാം. അവിടെ നിന്നും നമുക്ക് സെർച്ച് ബട്ടണിൽ റെക്റ്റാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഷേപ്പ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. എനിക്കിവിടെ A4ൽ 10 നെയിം സ്ലിപ്പുകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹൈറ്റും അതേപോലെ വിഡ്ത്തും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് 10 വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം അതിൻ്റെ സൈസ്. അതിനുശേഷം സൈഡിൽ നിന്ന് തന്നെ ടെസ്റ്റ് എന്ന് കിടക്കുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂള്, ഇത്രയുമാണ് ടെസ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ അതിൻ്റെ സൈസ് ഒരു 13 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒന്ന് ബോൾഡാക്കുക. പിന്നെ ലെറ്ററിൻ്റെ ഫോണ്ട് മാറ്റേണ്ടതുണ്ടെങ്കിൽ ഫോണ്ട് കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെയിം കഴിഞ്ഞാൽ അവിടെ നെയിം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ്, ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. അതും നമുക്ക് എലമെൻസിൽ നിന്നും ആഡ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അവിടെ പോയി ലൈൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതൊന്ന് അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് വെക്കണം. നേരെ തന്നെ കൊണ്ടുപോയി വെക്കണം. അതിന് നെയിമിൻ്റെ ഇപ്പുറത്തായിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് എത്രയാണോ വേണ്ടത് ആ രീതിയിൽ അവിടെ കൊണ്ട് വയ്ക്കുക. ഓക്കെ, അതായിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യുക. ലാസ്റ്റ് സ്കൂൾ കൂടി എഴുതേണ്ട ഭാഗത്ത് ലൈൻ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഒരു നെയിം സ്ലിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ബാക്കിയുള്ളതൊക്കെ ക്രോപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കുന്ന നെയിം സ്ലിപ്പ് കൃത്യമായി നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം ഇനി പിക്ചർ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാർട്ടൂൺസോ അതല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളുടെ ഫോട്ടോസാണ് വെക്കുന്നതെങ്കിൽ അതോ ഏത് വേണമെങ്കിലും നമുക്കവിടെ സെലക്ട് ചെയ്ത് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. ഇൻട്രസ്റ്റിൽ നിന്നുമാണ് ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഇതിന് കാർട്ടൂൺ ഇമേജാണ് എടുക്കുന്നത്. സെർച്ച് ഭാഗത്തായിട്ട് കാർട്ടൂൺ എന്ന് ടൈപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. ഡൗൺലോഡ് ആക്കുക. താഴെ കാണുന്ന ആ ബട്ടണിലേക്ക് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാൻവയിലേക്ക് ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് അപ്ലോഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം സൈഡിൽ തന്നെ. അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആക്കുക. അപ്ലോഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പേജിലേക്ക് ആഡ് ചെയ്ത് വരും. അതിനുശേഷം അതിൻ്റെ സൈസും ഇതുപോലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമ്മൾ എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് പോകാതെ സൈഡ് ഭാഗത്തായിട്ട് എങ്ങനെയാണോ ഭംഗിയാവുന്നത് ആ രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് ആക്കി വയ്ക്കുക. ഓക്കെ, നമ്മുടെ നെയിം സ്ലിപ്പ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്കി നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. അതിനു വേണ്ടി ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. JPG ഇമേജ് ആക്കിയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇമേജ് ഡൗൺലോഡായി വരുന്നുണ്ട്. ഇത് ഡൗൺലോഡായി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കത് കാണാം. നമ്മുടെ നെയിം സ്ലിപ്പ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കണം. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പതുക്കെ ക്രോപ്പ് ചെയ്ത് ഒന്ന് ശരിയാക്കി എടുക്കുക. ഇത് ക്രോപ്പായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അപ്ലോഡ് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ നെയിം സ്ലിപ്പ് ആക്കണം.
ഓക്കെ ജസ്റ്റ് അപ്ലോഡായി വരുന്നുണ്ട്. സബ്സോദൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഡ്രാഗ് ചെയ്ത് മുകളിൽ നെയിം സ്ലിപ്പിൻ്റെ അതേ സൈസ് ആക്കിയെടുക്കുക. ഇനി ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ് വീണ്ടും നമ്മൾ പുതിയ നെയിം സ്ലിപ്പ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് ആ ഇമേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും പിൻവെസ്റ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഫോൾഡറിൽ നിന്ന് നമുക്ക് ഇമേജ് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇവിടെ അപ്ലോഡായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്ലോഡായി നമ്മുടെ പേജിലേക്ക് ആഡായി വന്നോളൂ. ഇനി ഇതിൻ്റെ സൈസ് കൂടി നമുക്കൊന്ന് കുറച്ച് അത്രയും ഭാഗത്താക്കി വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെ ഒന്ന് ആക്കി വെക്കണം. ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 നെയിം സ്ലിപ്പായി. ഇനി വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അടുത്ത നെയിം സ്ലിപ്പ് ആകും. ഇനി നമുക്ക് വീണ്ടും അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ഇമേജ് കുട്ടികളുടെ ആരുടെയെങ്കിലും ഒരു ഇമേജ് നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാം. നിങ്ങൾക്ക് വീണ്ടും ക്രോപ്പ് ചെയ്യുക. ക്രോപ്പായി വന്നിട്ടുണ്ട്. ഓക്കെ ഏറ്റവും മുകൾ ഭാഗത്തേതിലാണ് നമ്മൾ എഡിറ്റിങ് നടക്കുന്നത്. ബാക്കിയൊക്കെ ക്രോപ്പ് ചെയ്ത ഒരു പിക്ചറായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. മുകളിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ നെയിം സ്ലിപ്പിൽ നിന്നാണ് പിന്നീട് ഫോട്ടോ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റുന്നത്. ഇമേജ് സെലക്ട് ചെയ്തു. ഓക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഒന്ന് ആഡാക്കാം. ക്ലിക്ക് ചെയ്യുക. ആഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് സൈസ് കുറച്ചിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് വിഡ്ത്തും ഹൈറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ആ A4 പേജിൽ 10 നെയിം സ്ലിപ്പുകൾ വരെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഈ രീതിയിൽ നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കുവാനായിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.